ഹലോ, ഇന്നൊരു ഈസി സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ? എണ്ണയിൽ മുക്കി പൊരിക്കാത്ത സ്നാക്സല്ലേ നിങ്ങൾക്കെല്ലാം വേണ്ടത്. വായോ, നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ വേണം. ചിക്കൻ ഞാനിവിടെ എയർ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. ഒരു എയർ ഫ്രയറിൽ 3-4 പീസ് ചിക്കൻ വെച്ചിട്ട് 200°C ഫ്രൈ ചെയ്തെടുക്കുക, ഗ്രിൽ ചെയ്തെടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഞാൻ എയർ ഫ്രയറിൽ അതിനുള്ള പേപ്പർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പീസസ് വെച്ചിട്ടുണ്ട്. അതായത് ബോൺലെസ് അല്ല ഞാൻ എടുത്തിരിക്കുന്നത്, ബോണോട് കൂടിയുള്ളത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് വേണമെങ്കിൽ ഷ്രെഡ് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ കുട്ടന്മാർ റെഡിയായി. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇനി എന്നിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസിലേക്ക് ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. നമുക്കിവിടെ വേണ്ടത് സവാളയാണ്. ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം, മല്ലിയില, ഈ പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ശകലം ചില്ലി ഫ്ലേക്സ്, പെരിഞ്ജീരകപ്പൊടി. ഇത് ഇത്ര എടുത്ത് വെച്ചിട്ട് പിന്നെ ബാക്കി നമ്മൾ പണികളെടുക്കുക. ഓക്കെ. നമ്മളപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ, അത് ഷ്രെഡ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു ബൗളിലേക്ക്, വലിയ ബൗൾ തന്നെ എടുത്തോ, അതെടുത്ത് ഈ ഉള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യാം. ഞാൻ ഇവിടെ മല്ലിയില വരെ ചേർത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ശകലം സോയാ സോസ് വേണം. ടൊമാറ്റോ സോസ് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, ഓപ്ഷനിലാണ്. പിന്നെ ഒരു കോഴിമുട്ട ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി ശകലം ആഡ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ചേർക്കുക. എന്നിട്ട് നമ്മളൊരു മിക്സി ജാറിൽ ഇത് ഒരു പേസ്റ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അതിലേക്ക് ഒരു ശകലം കട്ടിക്ക് വേണ്ടിയിട്ട് ശകലം കോൺഫ്ലോർ ആഡ് ചെയ്തു. എന്നിട്ട് അത് വീണ്ടും മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഒരു ബ്രെഡ് എടുക്കാം. ഈ ഫില്ലിങ് ചെയ്തിട്ട് അത് ഒരു ബ്രെഡ് ടോസ്റ്ററിലോ പാനിലോ വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ബ്രെഡ് ടോസ്റ്ററിലാണ് എടുത്തിരിക്കുന്നത്. ഒരു 10 സെക്കൻഡിൽ അത് ശരിയായി കിട്ടും. ഇതാ നോക്കിയോ, ഇപ്പോൾ നമ്മൾ ക്രിസ്പി സാൻഡ്വിച്ച് റെഡിയായി കിട്ടി. ഇത് നമ്മൾ ആ ടൈമിൽ തന്നെ ചെയ്താൽ നല്ല ചൂടോടെ നമുക്ക് കഴിക്കാം. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് ബ്രെഡിൽ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്പ്രിംഗ് റോൾ ഉണ്ടെങ്കിൽ ആ ഷീറ്റില്ലേ അതിൽ ഈ മിക്സ് ഫില്ല് ചെയ്ത് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. എയർ ഫ്രൈ ചെയ്യാം. ഓക്കെ. ഞാൻ അതിലേക്ക് വേണ്ടി 2 ഷീറ്റാണ് എടുത്തിരിക്കുന്നത്, ഒരു കട്ടിക്ക് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ കിടിലം ടേസ്റ്റ് റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഓൾ.